ഗുജറാത്തിലെ സർക്കാർ ആശുപത്രിയിൽ അനധികൃത മരുന്ന് പരീക്ഷണത്തിലൂടെ 741 വൃക്ക രോഗികൾ മരണപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. ബിജെപി സർക്കാരിന്റെ കെടുകാര്യസ്ഥത സിഎജിയിലാണ് പുറത്തുവിട്ടത്. സർക്കാർ ആശുപത്രി ഡോക്ടർമാർ പണം തട്ടിയെടുക്കാനായി രോഗികളെ അനധികൃത പരീക്ഷണം നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഗുരുതരവും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങളാണ് ബിജെപി ഭരിക്കുന്ന ഗുജറാത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്നും പുറത്തുവരുന്നത്. അഹമ്മദാബാദ് കോർപ്പറേഷൻ ആശുപത്രിയിൽ അനധികൃതമായി നടത്തിയ മരുന്ന് പരീക്ഷണങ്ങളിൽ 741 വൃക്ക രോഗികളുടെ ജീവൻ നഷ്ടമായെന്നാണ് റിപ്പോർട്ട്. 1999നും 2017നും ഇടയിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2352 രോഗികളിലായിരുന്നു അനധികൃത മരുന്ന് പരീക്ഷണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള അഹമ്മദാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് സെന്ററിൽ സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണമാണ് രോഗികൾ നടത്തിയത്. 1999നും 2017നും ഇടയിൽ നടന്ന മരണങ്ങളെക്കുറിച്ചുള്ള സിഎജി റിപ്പോർട്ടിലൂടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. റിപ്പോർട്ട് അനുസരിച്ച് തെറാപ്പി നടത്തിയ 91% കേസുകളും പരാജയപ്പെട്ടു. 2021നും 2025നും ഇടയിൽ അനുമതിയില്ലാത്ത 50ഓളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്നുകൾ ഉപയോഗിക്കുന്ന 500ഓളം രോഗികളിൽ ആശുപത്രി പരീക്ഷണം നടത്തിയെന്നും ആരോപണമുണ്ട്. അനുമതിയില്ലാതെ നടത്തുന്ന തെറാപ്പി പരീക്ഷണങ്ങൾ സംബന്ധിച്ച് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മരുന്ന് പരീക്ഷണം നടത്താൻ അനുമതി നൽകിയതോടെ സർക്കാർ ഡോക്ടർമാർ കോടികൾ സമ്പാദിച്ചുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. സിഎജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. കൈരളി ന്യൂസ്, ദില്ലി.